നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂൺ മാസത്തെ ചിത്തിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന കന്നിക്കൂറിലും ശേഷം 30 നാഴിക വരുന്ന തുലാക്കൂറിലുമാണ്. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാരണം ഇത്തിരി ഒരു വ്യാഴപ്പിഴവുണ്ട്. എന്നാലും പഞ്ചമഹാപുരുഷ യോഗത്തിലെ ഭദ്രായോഗം ചെയ്തും നിപുണായോഗം ചെയ്തും ലഗ്നാൽ 10ൽ ബുധൻ നിൽക്കുന്നത് കാരണമുണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണ് കാണുന്നത്. ലഗ്നാൽ 6ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിന്നിരുന്ന ശനി 7ലേക്ക് വന്നു. അപ്പോൾ കണ്ടകശനി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടകശനിയുടെ ഒരു ദോഷം വരിക എന്ന് പറയുമ്പോൾ വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജനയന്തി മനോഭീതിം വ എന്നാണ്. അതായത് ധനനഷ്ടം ഉണ്ടാകുക, വീട് വിട്ട് നിൽക്കാനിട വരിക, മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടുക, നല്ല പ്രതീക്ഷയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഫലം കിട്ടുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം നമുക്ക് കിട്ടാതിരിക്കുക, നല്ല പ്രതീക്ഷ തരിക, നിരാശ തരിക, ഇതാണ് കണ്ടകശനിക്കാലത്തുള്ളൊരു ദോഷഫലം. അതേപോലെ തന്നെ ലഗ്നാൽ അഷ്ടമത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പം ഭോഗകാരകനായിരിക്കുന്ന ശുക്രൻ അഷ്ടമത്തിൽ ശത്രുക്ഷേത്രത്തിൽ പോയി നിൽക്കുന്നത് കാരണം ഭൗതികമായിരിക്കുന്ന സുഖക്കുറവ് പോലെ ഉള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന സുഖഭോഗങ്ങൾക്കൊക്കെ തടസ്സം വരാനുള്ളൊരു സാധ്യത കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ദൈവാധീനം വർദ്ധിക്കാനായിട്ടും ഈ ശനിദോഷ പരിഹാരമായിട്ടൊക്കെയുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അതായത് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം, ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്താർച്ചനയും ചെയ്യണം. വ്യാഴപ്പിഴവിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്താർച്ചനയൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ അകന്നു പോകാനിട വരും. അനാവശ്യ ചിലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കാൽപാദത്തിന് വേദന പോലെയുള്ള രോഗാവസ്ഥകൾക്കും സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖക്കുറവിനും യോഗമുള്ള സമയമാണ്. എന്നാൽ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് തുലാക്കൂറാണ്. തുലാക്കൂറുകാർക്ക് ഇതുവരെ വ്യാഴം അഷ്ടമത്തിൽ നിന്നതിൻ്റെ ഒരു ദോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം മുതൽ കാര്യങ്ങളൊക്കെ അനുകൂലമായി. ഭാഗ്യസ്ഥാനത്താണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിൽ എന്താ ആഗ്രഹിച്ചാൽ അതൊക്കെ ദൈവാധീനമുള്ളത് കൊണ്ട് നടക്കുന്ന സമയമാണ്. നിവർത്തി സ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നേരം നമ്മൾ മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയം നേടാനുള്ളൊരു യോഗം ഈ മാസത്തിൽ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ തുലാക്കൂറുകാർക്കുണ്ട്. അതിനോടൊപ്പം തന്നെ ലഗ്നാൽ 6ലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ശനി ഇതുവരെ 5ൽ നിൽക്കുന്ന കാരണം മാനസികമായിട്ട് നിരാശ, അലസത ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ശനി നിൽക്കുന്നത് 6ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്തായത് കാരണം കൊണ്ട് മാനസികമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ടും മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനുമായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായി ഈ സമയത്ത് യോഗമുണ്ട്. എന്നാൽ ഇതൊക്കെ ആണെങ്കിലും 5ാം ഭാവത്തിൽ രാഹുവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാനസിക ടെൻഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. മക്കൾക്കൊക്കെ വിദേശത്ത് യാത്രയ്ക്കൊക്കെ യോഗമുണ്ട്. വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടും തൊഴിലുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ട് വിദേശയാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സാധിക്കുന്ന ഒരു സമയമാണ്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തോടൊപ്പം തന്നെയാണ് ആദിത്യനും ബുധനും നിൽക്കുന്നത്. അപ്പം ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു. ലാഭാധിപതിയോട് ചേർന്നെന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന വരുമാനം ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. അനാവശ്യമായിട്ട് ചിലവ് കുറയാനുള്ള യോഗമുണ്ട്. മാനസികമായിട്ടുള്ള സന്തോഷത്തിനൊക്കെ യോഗമുണ്ട്. അങ്ങനെയാണെങ്കിലും 5ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റേതായിരിക്കുന്ന ദോഷമുള്ളത് കാരണം കൊണ്ടും ബാധാസ്ഥാനത്ത് കേതു നിൽക്കുന്നത് കാരണം കൊണ്ടും നാഗപൂജയും രാഹുപൂജയും ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസത്തിൽ നല്ല രീതിയിലുള്ള അനുകൂല ഗുണഫലങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.